ഞാനൊരു മലപ്പുറംകാരനാണ്. ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. 10-30 കൊല്ലമായിട്ട് ഈ നാടിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എനിക്ക് എൻ്റെ നാടിനെ കുറിച്ചിട്ടും നാട്ടുകാരെ കുറിച്ചിട്ടും കുറച്ച് കാര്യം പറയാനുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട്. മലപ്പുറത്തൊരു ഗ്രാമമുണ്ട്, അവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ അവർ എഴുതി വെച്ചിട്ടുള്ളത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല എന്നും മുസ്ലിം നിയമങ്ങളാണ് ഇവിടെ പാലിക്കപ്പെടേണ്ടത് എന്നും ഒരു ബോർഡ് എഴുതി വെച്ചൊരു സ്ഥലമാണ് ഒരു ഗ്രാമത്തിന് എന്ന് മലപ്പുറത്തിനെ കുറിച്ചിട്ടൊരു വ്യക്തി പറയുന്നതായിട്ട് ഞാൻ കണ്ടു ഇന്നലെ. ആ വ്യക്തിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്ദീപ് ബാലകൃഷ്ണ എന്നാണ് ആ വ്യക്തിയുടെ പേര്. എന്തോ റൈറ്ററാണ് അങ്ങേര്. ഈ ഇന്ത്യൻ ഹിസ്റ്ററി അതൊക്കെയാണ് മൂപ്പരുടെ മെയിൻ ഫോക്കസിങ് ഏരിയാസ്. ഓക്കെ, ഇന്ത്യൻ കൾച്ചർ ഇതൊക്കെയാണ് മൂപ്പര് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു മലപ്പുറത്തൊരു ഗ്രാമത്തിനെ കുറിച്ചുള്ള പരാമർശം വരുന്നത് ഇസ്ലാമിക് ഇൻവേഷനെ കുറിച്ചിട്ട് ബീർ ബൈസിപ്സ്, ഞാൻ ബീർ ബൈസിപ്സ് എന്ന് പറയാം കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചിലപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് ബീർ ബൈസിപ്സ് എന്ന് പറഞ്ഞ ചാനൽ മനസ്സിലാക്കാൻ പറ്റും. റൺവീറിൻ്റെ ചാനലാണ്. ബീർ ബൈസിപ്സിൻ്റെ ഒരു 2-3 ക്ലിപ്പ് ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ വെച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ക്രിക്കറ്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ റൺവീറിൻ്റെ ചാനലിനകത്താണ് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി വന്നിരുന്നിട്ട് മലപ്പുറത്ത് ഇങ്ങനൊരു ഗ്രാമമുണ്ട് എന്ന് പറയുന്നത്. TRS ക്ലിപ്സ് എന്നാണ്. റൺവീറിന് കുറേ ചാനലുണ്ട്. അപ്പോൾ റൺവീറിൻ്റെ TRS ക്ലിപ്സ് എന്ന് പറഞ്ഞ ചാനലിനകത്താണ്, ദ റൺവീർ ഷോ പോഡ്കാസ്റ്റാണ്. അതിനകത്താണ് ഇവർ ഒരു ഡിബേറ്റിൻ്റെ ടോപ്പിക്ക് വന്നു. ഇസ്ലാമിക് ഇന്നോവേഷൻ ഹിസ്റ്ററിയാണ് അവർ പറയുന്നത്. ഈ ഹിന്ദു മുസ്ലിം ആ ഒരു സംഗതികളൊക്കെ വെച്ച് സംസാരിക്കുകയാണ്. അവിടെയാണ് ഈ സന്ദീപ് ബാലകൃഷ്ണ മലപ്പുറത്തെ ഗ്രാമത്തിനെ കുറിച്ച് പറഞ്ഞത്. മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള ഗ്രാമമുണ്ടത്രേ. നുണ പ്രചാരണവുമായി സംഘ് പരിവാർ ചരിത്രകാരൻ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ത്യ ലൈവ് ഇങ്ങനെ ഒരു പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്ററാണ് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കണ്ടത്. അതിനുശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചത്. അപ്പോഴാണ് എനിക്കിത് റൺവീറിൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റിനകത്താണ് ഇയാൾ പറഞ്ഞതെന്ന് മനസ്സിലായത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അയാൾ പറഞ്ഞത് എന്താണെന്ന് ആദ്യം തന്നെ കേട്ടുകളെ. Because unless you don't understand history, if you don't know where you came from, you won't know where you're going. Okay? It's as simple as that. Okay? It's as simple as that. Okay. Now, what would you attribute? There is a remote village in Malappuram in Kerala. Entrance of the village, there is a huge signboard saying that this is a Islamic village. Only the Islamic law applies here. Okay, non-Muslims are discouraged from entering here. It's a signboard in the village. It is on Indian soil under the rule of Indian Constitution, subject to Indian laws. How do you explain this without understanding history and without understanding the fundamentals of what makes a village do this? Okay, fair. So, if the conclusion that you draw from this is that this will somehow affect Hindu, Muslim, whatever, it will cause communal tension, then I think we'll have to re-examine the fundamentals of logical reasoning itself. ഓക്കെ, അപ്പൊ ഇയാൾ പറയുന്നത് മലപ്പുറത്തെ ഒരു ഗ്രാമം, ഒരു റിമോട്ട് വില്ലേജിൽ ഇങ്ങനെ ഒരു ബോർഡ് ഇരിക്കുന്നു. അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, മുസ്ലിം നിയമം മാത്രമേ അവിടെ പാലിക്കപ്പെടാൻ പാടൂ, ഇന്ത്യൻ നിയമം അവിടെ ഇല്ല, മുസ്ലിങ്ങളല്ലാത്തവർ വരണ്ട. ഞാൻ ഈ 30 കൊല്ലത്തിനിടയിൽ അങ്ങനൊരു ബോർഡ് ഉള്ളതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം മലപ്പുറത്തുള്ളതായിട്ടോ അങ്ങനെ ഒരു ഗ്രാമം മലപ്പുറത്തുള്ളതായിട്ടോ ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ല. എനിക്കറിയില്ല. ബാക്കി എൻ്റെ നാട്ടുകാർ പറ. ഞാൻ ഈ വീഡിയോ കണ്ടത് മുതൽ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ വിളിച്ചു ചോദിച്ചു ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ നമ്മളെ നാട്ടിൽ എന്നുള്ളത്. അവർക്കാർക്കും കേൾവി പോലും ഇല്ലാത്തൊരു സ്ഥലത്തിനെ കുറിച്ചിട്ട്. ഈ സ്ഥലം ഏതാന്ന് ഇയാൾ പറയുന്നില്ല, ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല. മലപ്പുറം എന്ന് പറഞ്ഞിട്ട് ഇയാളങ്ങോട്ട് അടിച്ചു വിടുകയാണ്. ഇയാളെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തതോ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കൊടുത്തതോ ആയിരിക്കാം ഈ വ്യക്തിക്ക് ചിലപ്പോൾ മലപ്പുറത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത്. സാധാരണ അങ്ങനെയാണല്ലോ. എവിടുന്നാ കേട്ടെ? അച്ഛൻ പറഞ്ഞു തന്നതാ. അങ്ങനെ പറയുന്ന കുറച്ച് ചാണക ബുദ്ധികളുണ്ട്. അങ്ങനെ ഇയാൾ അച്ഛൻ പറഞ്ഞു കൊടുത്തതായിരിക്കും ഇയാൾക്ക് മലപ്പുറത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത്. അതോ മലപ്പുറം മുസ്ലിം എന്നാ പിന്നെ അടിച്ചു വിടാന്ന് പറഞ്ഞ് വിട്ടതോ? അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏത് സ്ഥലത്ത് മലപ്പുറത്ത് ഏത് വില്ലേജ്, ആ വില്ലേജിന്റെ പേരെന്താ,
ഏത് ടൈം പീരീഡിലാണ് ഇങ്ങനെ ഒരു ബോർഡ് അവിടെ വെച്ചത്, ആ ബോർഡ് അവിടെ വെക്കാനുണ്ടായ കാരണം എന്താണ്, അല്ലെങ്കിൽ ആ ബോർഡ് അവിടെ വന്നതിന് ശേഷം അതിൻ്റെ ബാക്കി എന്തൊക്കെയാണ് നടന്നത്. അങ്ങനെ ഒരു ബോർഡ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹലാൽ ഹോട്ടലിൽ ബോർഡ് വെച്ചാൽ അടക്കം പ്രശ്നമുണ്ടാക്കുന്ന ആളുകളുണ്ട് ഇല്ലേ? അപ്പം ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ട് മലപ്പുറത്തൊരു ഗ്രാമം, ഇങ്ങനെ ഒരു വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് റിലീജിയൻ അതിനിടയിൽ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പടച്ചു വിടുന്ന ഓരോ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അന്തക്കേടാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണ്ടേ. ഐ ഹാവ് മാസീവ് റെസ്പെക്ട് ഫോർ ദിസ് ഗൈഡാ. ആർക്കറിയോ നമ്മളെ രൺവീറിന്. ബിക്കോസ് രൺവീർ ഈ ഒരു പോഡ്കാസ്റ്റിൽ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട്, ഈ വ്യക്തി, ഈ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി അടിച്ചു വിടുകയാണ് പല സ്ഥലങ്ങളിലും. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഹിന്ദുവിനെ എങ്ങനെ മുസ്ലിം ഇന്നോവേഷൻ തകർത്തു, ഇസ്ലാമിക് ഇന്നോവേഷൻ എങ്ങനെ തകർത്തു, ഹിന്ദുവിനെ എങ്ങനെ ഇല്ലാതാക്കി, ഹിന്ദുവിന് വേണ്ടി മുന്നോട്ട് വരണ്ടേ എന്നൊക്കെ പറയുമ്പോഴും രൺവീർ പല സ്ഥലങ്ങളിലും കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്, ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിയിൽ ഇന്ത്യൻ സിറ്റിസൺ, അതിൽ നിങ്ങൾ ഇനി ക്ലാസിഫൈ ചെയ്തോ, ഹിന്ദു ഇന്ത്യൻ, മുസ്ലിം ഇന്ത്യൻ, ഇന്ത്യൻ മുസ്ലിം, ഇന്ത്യൻ ഹിന്ദു എന്നൊക്കെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്തോ. പക്ഷേ യങ് ജനറേഷനകത്ത് ആരും ഈ പറഞ്ഞ പോലെ ചിന്തിക്കുന്നില്ല നിങ്ങളെപ്പോലെ. ഹിന്ദുവിനെ ഇല്ലാതാക്കി വന്ന മുസ്ലിം, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ എല്ലാ ആചാര അനുഷ്ഠാന മറ്റേ അമ്പലങ്ങൾ തകർത്ത് വന്ന മുസ്ലിം എന്നൊന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. വോട്ടിന് വേണ്ടി കുറെ നാറികൾ ഇറക്കുന്ന പ്രൊപ്പഗണ്ട മാത്രമായിട്ടാണ് ഇവിടെ ജനങ്ങൾ ഇത് മുന്നോട്ട് പോകുന്നതെന്നുള്ള ആ പയ്യൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇയാൾ വിടുന്നില്ല. ഇയാൾ ഇങ്ങനെ എന്താ പറയുക, ലോകം മൊത്തം കാണുന്ന എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? TRS ക്ലിപ്സിൽ മാത്രം 1.74 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ടോട്ടലി രൺവീറിൻ്റെ എല്ലാ ചാനലും കൂടിയും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 7 മില്യൺ, 1 മില്യൺ, 2 മില്യൺ, ഇപ്പം തന്നെ ആയുടെ 10-20 മില്യൺ അടുപ്പിച്ച ആളുകളുള്ള വലിയൊരു ക്രിയേറ്ററാണ് രൺവീർ. അപ്പം ആ രൺവീറിൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു ഇത്ര മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മലപ്പുറത്ത് ഞാൻ മലപ്പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് സായി കൃഷ്ണൻ എന്നാണ്. ഞാൻ 10-30 കൊല്ലത്തിൻ്റെ മുകളിലായിട്ട് ഞാൻ മലപ്പുറത്ത് ജീവിക്കുന്നുണ്ട്. എൻ്റെ നാട്ടിൽ ഇന്നേ വരെ നിങ്ങൾ ഇതും കൂടി ആലോചിക്കണം, ഞാൻ ഈ നാട്ടിലിരുന്നു കൊണ്ട് ഹിന്ദുവിനെ കുറിച്ചും മുസ്ലിമിനെ കുറിച്ചും ക്രിസ്ത്യൻസിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. മതങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയക്കാരെ കുറിച്ച് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ദേഹത്ത് ഒരു പൂഴി മണൽ പോലും ഒരാൾ വാരിയിട്ടിട്ടില്ല. എൻ്റെ ദേഹത്ത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തതാണ്. അല്ലാതെ ഇവിടെ മതം റിലേറ്റഡ് ആയിട്ട് ഒരു മനുഷ്യനും ഒരു വാക്ക് കൊണ്ടുപോലും സംസാരിക്കാൻ വരാറുണ്ട് എന്നല്ലാതെ വേദനിപ്പിച്ചിട്ടില്ല എന്നേ വരെ. എൻ്റെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട് അങ്ങനെ ഇവിടെ ഹിന്ദു മുസ്ലിം അടിപിടി ബഹളോ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം കച്ചറയൊന്നും ഇല്ല. വൺസ് ഇൻ എ വൈൽ ഏതെങ്കിലും ചെറ്റകൾ എന്തെങ്കിലും മതം തലയ്ക്ക് പിടിച്ച് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ തന്നെ അത് കാട്ടുതീവാതിരി മലപ്പുറം എന്ന് പറഞ്ഞ് പരക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഈ അടുത്ത കാലത്തൊന്നും നിങ്ങൾക്ക് കേൾവി പോലും ഉണ്ടാവില്ല. ഈ നാട്ടിലെ എല്ലാവരും അത്രയും സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം ചെറ്റകളായ നിങ്ങൾക്ക് എന്തിനു വേണം? ഞാൻ ഈ പ്രൊപ്പഗണ്ട വായന്ന് വീണ നാറികളോടാ പറയുന്നത്. നിങ്ങളുടെ പലതന്തയ്ക്ക് പറന്ന സ്വഭാവം നിങ്ങൾ മലപ്പുറത്തിൻ്റെ മണ്ണിലോ മലപ്പുറക്കാരെ തലയിലോ ഇടണ്ട. നിങ്ങൾക്ക് മതം പറഞ്ഞ് വർഗീയത ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇനി എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ വ്യക്തി ഇപ്പോൾ ഞാൻ പലരുടെയും ചിന്താഗതി ഇങ്ങനെയാണ്. മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്ക് ഓടിപ്പിടിച്ചിട്ട് മലപ്പുറത്തെ മുസ്ലിങ്ങൾ അപ്പം മലപ്പുറത്തെ മുസ്ലിങ്ങൾ കുറച്ച് മറ്റേ തീവ്രവാദികളാന്ന് പറയാം. മലപ്പുറത്തെ മുസ്ലിങ്ങളും ഉള്ള അവിടുത്തെ ഹിന്ദുക്കളെ തലയിൽ കയറുന്നത് ഇറങ്ങുകയെന്ന് പറയാം. മലപ്പുറത്തെ മുസ്ലിങ്ങളെ ഫുള്ള് നമുക്ക് മറ്റേ രീതിയിൽ ആ രീതിയിലാക്കി മാറ്റാം. അങ്ങനെ ചിന്തിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് ഈ കേരളം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഞാൻ കുറച്ചു കാലം ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരുള്ള ടൈമിൽ ഒരു വട്ടം മന്ത്രി മോളിൽ ഒരു ബോംബ് ഭീഷണി വന്നു. ബോംബ് ഭീഷണി, ഈ ഫുള്ള് കഥകൾ കേട്ടോ. ഈ ഭീഷണി വന്ന ടൈമിൽ എല്ലാവരും അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങുന്ന വഴിക്ക് എൻ്റെ കയ്യിൽ അന്ന് റിറ്റ്സാണ് കാർ, KL10 വണ്ടി, KL10 രജിസ്ട്രേഷൻ. ഇപ്പോൾ ഓരോ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാരെ വണ്ടി നമ്പർ നോട്ട് ചെയ്യുന്നു, പേര്, കാരണം അകത്തുനിന്ന് പുറത്ത് വന്ന ആളുകളുടെയൊക്കെ ഡീറ്റെയിൽസ് പോലീസ് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ KL10 വണ്ടിയും കൊണ്ട് പുറത്ത് വന്ന് എന്നോട് പുറത്ത് മാറി നിൽക്കാൻ പറഞ്ഞു.
എന്നിട്ട് ഇന്നെ മാറ്റി നിർത്തിയിട്ട് പേരെന്താ സായി കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ID കാണിക്കാൻ പറഞ്ഞു. ഞാൻ ID കാണിച്ചു കൊടുത്തു. അച്ഛൻ്റെ പേര്, അമ്മേൻ്റെ പേര്, വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ പറയുന്നു എന്നോട്. ഞാൻ ചോദിച്ചു, സാറേ എന്താ വിഷയം എന്താ? യു ആർ കമ്മിങ് ഫ്രം മലപ്പുറം, KL10 യുവർ വെഹിക്കിൾ. മലപ്പുറം ഈസ് ഓൾ മുസ്ലിംസ്. മലപ്പുറത്തെ മുസ്ലിങ്ങൾ ശരിയല്ല. ഇതാണ് അവരുടെ മെൻറ്റാലിറ്റി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മലപ്പുറത്തു നിന്നാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു, സാർ ഐ എം ഫ്രം മലപ്പുറം, അതിനെന്താ പ്രശ്നം? വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. ഞാനന്നിപ്പോൾ ഈ പറഞ്ഞ ഒരു കോളേജും ക്രിക്കറ്റുമായിട്ട് നടക്കുകയാണ്. ഞാൻ വീണ്ടും ചോദിക്കുക സാറോട്. അപ്പം അമ്മേനെ വിളിക്കാം. ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മേനോട് അമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ ഡീറ്റെയിൽ, അമ്മേൻ്റെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. KL10 വണ്ടി അവർക്ക് പ്രശ്നം, വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യണം. ലാസ്റ്റ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ആ പോലീസുകാരൻ, വൈ ആർ യു കീപ്പിംഗ് ഓൺലി യുവർ ദാഡി ഹിയർ? അന്ന് എനിക്ക് ഞാൻ അങ്ങനെ മീശ എടുത്തിട്ട് ഇവിടെ മാത്രം എൻ്റെ ബോട്ടിത്താടി മാതിരി ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു സാധനം കണ്ടിട്ട് ഇയാൾ എന്നോട് ഇങ്ങനെ താടിമ തൊട്ട്, വൈ ആർ യു ഓൺലി കീപ്പിംഗ് ദാഡി ഹിയർ? യു ആർ എ ഹിന്ദു, യുവർ നെയിം ഈസ് സായി കൃഷ്ണൻ. മലപ്പുറത്ത് ആയതുകൊണ്ടാണോ യു ആർ കീപ്പിംഗ് ഓൺലി യുവർ ദാഡി ഹിയർ? വൈ യു ആർ നോട്ട് കീപ്പിംഗ് മറ്റേ ബിയേർഡ്, എന്താണ് മുസ്താഷ്? എന്തുകൊണ്ടാണ് മീശ വെക്കാത്തത്? ഇത് എന്നോട് ചോദിച്ചടേ അവിടുത്തെ ഒരു പോലീസുകാരൻ കർണാടക. അന്ന് എന്താ പറയുക, അന്ന് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒന്നാമത് ബോംബ് ഭീഷണി എന്നൊക്കെ പറഞ്ഞ് പോലീസും പിടിച്ച് ഒരു സൈഡിൽ നിർത്തി പേടിച്ചു പോയി. വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞു, വീട്ടിലേക്കും വിളിച്ച്, അതും പണി. അമ്മയും കരച്ചിൽ, കാരണം ചോദ്യം ചെയ്യല്ലോ നിർത്തിയിട്ട്. ലാസ്റ്റ് പോകാൻ നേരത്തെ ഈ ഒരു ചോദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും, നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാതെ ഞാൻ പെട്ടൊരവസ്ഥ ഞാൻ പറയുന്നത്. മലപ്പുറക്കാരൻ കേൾപ്പത്ത് വണ്ടി മീശല്ലാതെ താടി മാത്രം വെച്ചു, സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ് പേര്, എന്നിട്ട് എന്തിനാ ഇത് വെച്ചെന്നൊക്കെ ചോദിച്ചു. വൺ ക്വസ്റ്റ്യൻ. ഇനി ഓര് വിചാരിച്ചോ ഇനിയിപ്പോൾ ഈ എനിക്ക് മനസ്സിലായി മീശല്ലാതെ താടി വെക്കുന്നവരെല്ലാവരും ഈ പറഞ്ഞ മാതിരി മുസ്ലിങ്ങളും ആ മുസ്ലിങ്ങളും ഒക്കെ തീവ്രവാദികളുമാണ്. അത് മലപ്പുറത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് സായി കൃഷ്ണൻ എന്താ മീശല്ലാതെ താടി വെച്ചൂടെ? ഇതാണ് ചിന്താഗതി. കേരളം വിട്ട് പുറത്ത് കുറേ എണ്ണങ്ങൾക്ക് ഈ ചിന്താഗതി ഉണ്ട്. അതായത് ഈ മലപ്പുറം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്തോ വലിയ മറ്റേ ഗൂഢാലോചന നടക്കുന്നത്, ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ എന്തോ. ഇവിടുത്തെ ഞങ്ങളത്ര സ്നേഹവും ഞങ്ങളത്ര ആളുകളെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു നാട് വേറെ കാണുള്ളൂ. എനിക്ക് അത്രയും എടുത്ത് പറയാൻ പറ്റും. അപ്പം ഇനിയിപ്പോൾ കുറേ എണ്ണം വന്നിട്ട് പറയും അവിടെയല്ലടാ ആ ഫുട്ബോൾ കളിക്കാരനെ തല്ലിയെന്നുള്ളത്. ഫുട്ബോൾ കളിക്കാരനെ തല്ലിയതിന് ഞാൻ ന്യായീകരിക്കുന്നില്ല, തല്ലിയത് വളരെ മോശപ്പെട്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചു. പക്ഷെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇവിടെ, അത് മതം പറഞ്ഞ് തല്ലിയതൊന്നുമില്ലല്ലോ. അവരത് ആ ആംഗിളിൽ കൊണ്ടുപോയി. ഏത് ആ ഫുട്ബോൾ കളിക്കാരൻ അങ്ങനെ മറ്റേ പേര് വിളിച്ചു, മറ്റേത് വിളിച്ചു, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളെ നാട്ടുകാരൊന്നും അങ്ങനെ ചെയ്യില്ല. ഓൻ അങ്ങോട്ട് കയറി ചവിട്ടിയതാണ്. അതിൻ്റെ വിഷ്വൽസൊക്കെ വേറെ കിടക്കുന്നുണ്ട്. നാട്ടുകാർ അങ്ങോട്ട് കയറി ചവിട്ടിയിട്ട് നാട്ടുകാർ റിയാക്ട് ചെയ്തതാണ്. അത് പോട്ടെ, ആ വിഷയം വിട്. പക്ഷെ എന്നാലും ഞാൻ പറയും, നമ്മളെ നാട്ടിൽ ആർക്കും ഇപ്പോൾ പുറത്തുനിന്ന് നാട്ടിൽ നിന്ന് ഒരാൾ വരികയാണ്, ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഒരു പഞ്ചറായിട്ട് കിടക്കുക, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മളെ നാട്ടിൽപ്പെട്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വേറെ നാട്ടിൽ കുറ്റം പറയില്ല. പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരാൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ എനിക്ക് കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് റോട്ടുമക്കത്തൊക്കെ ഒരു ഫാമിലി, ഒരു മനുഷ്യൻ പെട്ട് കിടന്നുണ്ടല്ലോ. ഇവിടെ ഒന്നും വേണ്ട, ഒരു വണ്ടി പെട്രോൾ കഴിഞ്ഞ് നിന്നാൽ നടക്കാം 10 ആൾ വന്ന് ചോദിക്കും അറ്റ്ലീസ്റ്റ്, പെട്രോൾ മേടിച്ചു തരണോ, പെട്രോൾ നമുക്ക് കൊണ്ടുപോകണോ? ഇവിടെ നമ്മളെ നാട് അങ്ങനെയാണ്. അല്ലാതെ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഞങ്ങളെ നാട് മറ്റേ ഭയങ്കര ഹിന്ദു മുസ്ലിം കച്ചറുള്ളതോ അല്ലെങ്കിൽ തമ്മിൽ ഹിന്ദു മുസ്ലിമും കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത നാടൊന്നുമല്ല. ഓക്കെ, പിന്നെ റീൽസിന് വേണ്ടിയിട്ടും അല്ല മലപ്പുറത്തെ സ്നേഹം. മറ്റേ നബിദിനത്തിന് അമ്പലത്തിൽ പോകുന്നു, അമ്പലത്തിൽ ഉത്സവത്തിന് മുസ്ലിങ്ങൾ വരുന്നു, ഇത് റീൽസിന് വേണ്ടി എടുക്കുന്നതല്ല. മലപ്പുറത്തെ സ്നേഹം മലപ്പുറത്തുകാർക്കേ അറിയൂ. അത് മലപ്പുറത്ത് വന്നവർക്കേ ആ സ്നേഹം മനസ്സിലാവൂ. ഞാൻ ഉറപ്പിച്ച് പറയാം, ഇപ്പോഴും പുറത്ത് നാട്ടിൽ നിന്ന് വന്ന് മലപ്പുറത്തെ സ്നേഹം കൊണ്ടും മലപ്പുറത്തെ ആളുകളുടെ യൂണിറ്റി, മലപ്പുറത്തെ ആളുകളെ ഇഷ്ടപ്പെട്ടിട്ടും ഈ നാട്ടിൽ വന്ന് സെറ്റിലായ എത്ര പേരുണ്ടെന്ന് അറിയും? എത്ര സെലിബ്രിറ്റീസുടെ മലപ്പുറത്ത് കൂടി പോകുമ്പോൾ മലപ്പുറത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ട് അവർ എത്ര പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരുപാട് പേര് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിൽ ഈ പറഞ്ഞ ഈ എന്താ പറയുക മലവാണം പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവനെനിക്ക് വേറെ പലതുകൊണ്ട് വിളിക്കാമെന്ന് തോന്നുന്നത്. ഇവൻ എന്തിൻ്റെ ബേസിസിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ട് എന്ന് പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഈ പയ്യനെ കുറിച്ച് പറയണല്ലോ. ഈ ചാനലിൽ നമ്മളെ റൺവീർ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ, അവൻ ഈ എൻറ്റയർ ഡിബേറ്റിൽ പല സ്ഥലങ്ങളിലും ഇയാളെ കട്ട് ചെയ്യുന്നുണ്ട്. ഇയാൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഇന്നോവേഷൻ, അത് ഇത് മറ്റേതെന്ന് പറയുമ്പോൾ ഈ പയ്യൻ കൃത്യമായിട്ട് പറയുന്നത് ഇപ്പോഴത്തെ മാറിയ ഇന്ത്യയിൽ ഇന്ത്യൻ ഹിന്ദു ഇന്ത്യൻ മുസ്ലിം എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും ഇന്ത്യക്കാരെന്ന് ചിന്തിക്കുന്നുള്ളൂ.
ഇപ്പോഴത്തെ ഉള്ള ഇനിയിപ്പോൾ ഉള്ള ഇവിടുത്തെ മുസ്ലിംസ് ആണെങ്കിൽ അതിലെ യൂത്ത് ആണെങ്കിൽ പോലും അവരൊരു പുസ്തകത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മറ്റേ പ്രഭാഷണം നടത്തുന്നത് കേട്ടിട്ടോ ഒന്നുമല്ല അവരുടെ ലൈഫും അവരുടെ റിലീജിയനും വെച്ച് മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഒറ്റ ചിന്തയുള്ളൂ എന്നൊക്കെ ഈ പയ്യൻ കുറേ അയാളോട് പറയുന്നുണ്ട്. അവിടെ ചങ്ങായി കേൾക്കണ്ടേ, അയാൾ അഴിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മലപ്പുറത്ത് നിന്നൊരു പേജിൽ ഈ ഒരു വീഡിയോ വന്ന സമയത്ത് ബീർ ബൈസിപ്സ് തന്നെ റൺവീർ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഹായ് ഗൈസ്, വാച്ച് ദ ഹോൾ വീഡിയോ ഫോർ കോണ്ടെക്സ്റ്റ്. ദി പോഡ്കാസ്റ്റ് ഈസ് മോസ്റ്റ്ലി എ ഡിബേറ്റ്. ദി ലിസ്ണർ ഈസ് മീ ആൻഡ് നൺ ഓഫ് ദീസ് ക്ലെയിംസ് വെർ അഗ്രീഡ് അപ്പോൺ. ശരിയാണ്, ആ പയ്യൻ എഫർട്ട് ഇതിനെ കുറിച്ചിട്ട് ഒന്നും അഗ്രി ചെയ്തില്ല, അവനെ അപ്പോസ് ചെയ്യാണ് ചെയ്തത്. സിംപ്ലി സന്ദീപ് സർസ് ഒപ്പീനിയൻ, വൺ ഓഫ് ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ പോഡ്കാസ്റ്റ് ഐ ഹവ് ക്രിയേറ്റഡ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഓൾ മൈ മലയാളി ബ്രോസ് ഗോ to watch the whole episode to know how the conversation went about peace and love always one India. ആ പയ്യനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ പയ്യൻ ഞാൻ പറഞ്ഞില്ല, കൃത്യമായ ഇടവേളകളിൽ ഈ പറഞ്ഞ വ്യക്തിയെ കട്ട് ചെയ്ത് ഇയാൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നാണ് ആ പയ്യൻ പറയുന്നത്. അയാൾ പക്ഷേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്തിനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, ഇയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ. ശരിക്കും അതാണ് ചെയ്യേണ്ടത്. ഇമാതിരി നാറി വർത്താനം പറഞ്ഞ് നാട്ടുകാരുടെ ഒരു നാടിനെ കുറിച്ച് ഒരു വൃത്തികെട്ട ഇമേജ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമാതിരി പീക്കോക്ക് മക്കൾക്കെതിരെ കേസനെ കൊടുക്കണം, ആണ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓന് തന്ത പറഞ്ഞ് പഠിപ്പിച്ചാണ് ഓന് ഈ മലപ്പുറത്തിനെ കുറിച്ച് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തന്തക്കെതിരെ കേസ് കൊടുക്കണം. എന്ത് കഷ്ടാന്ന് ആലോചിച്ചു. ഒരു നാട് എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ കടിയുള്ളവരോട് ഞാൻ ആദ്യം പറയണം, നിങ്ങൾക്ക് മലപ്പുറത്തിനെ കുറിച്ച് അറിയണോ, മലപ്പുറക്കാരെ കുറിച്ച് അറിയണോ, നിങ്ങളിവിടെ പോരും മലപ്പുറത്തേക്ക്. നല്ല പൊറാട്ടയും ബീഫും രാവിലെ മേടിച്ചുതരാം, ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയും മേടിച്ചുതരാം, വൈകുന്നേരം പള്ള നിറച്ച് മന്തിയും കുഴിമന്തിയും സാധനവും അടിച്ചിട്ട് പോവാം, ഒരു കുഴപ്പമില്ല. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്ക് ഓടിക്കയറി ഇവിടെ മുസ്ലിം രാജ്യമാണ്, മുസ്ലിങ്ങളുടെ ഡോമിനേഷനാണെന്നൊക്കെ പറയുന്നവരോടാണ് ഈ നാട്ടിലൊരു കുഴപ്പമില്ല. ദയവായിട്ട് നിങ്ങളായിട്ടൊരു കുഴപ്പമുണ്ടാക്കരുത്. മലപ്പുറത്തിനെ കുറിച്ച് പറഞ്ഞു ചെറ്റ വർത്താനം പറയാൻ ഇറങ്ങിക്കോ ഓരോ നാറികൾ.